Hey guys, അപ്പം ഞാൻ പൊട്ടനാ അപ്പം Hey guys. hey guys. അപ്പം നമ്മള് അതായത് നമ്മളെന്നല്ല സഫുവിൻ്റെ തംബ്ലൈനും ഫോട്ടോ യൂസ് ചെയ്തിട്ട് സഫുവിനെ പറ്റിയിട്ടും എന്നെ പറ്റിയിട്ടും ഒരുപാട് നെഗറ്റീവ് പോലെ മറ്റുള്ളവരുടെ മുന്നിൽ ചിത്രീകരിക്കുന്ന ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് ഇതിപ്പോൾ ഞാൻ ഇന്നാണ് ഈ വീഡിയോ കാണുന്നത്. അപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ഇതിനെ പറ്റിയിട്ട് ഒരു സത്യാവസ്ഥ അറിയണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. സത്യാവസ്ഥ മാത്രമല്ല, ഞങ്ങളെ പറ്റി ഞങ്ങളുടെ തംബ്ലൈൻ അവർ കൊടുത്തേക്കണ തംബ്ലൈന് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ആ ഒരു തംബ്ലൈൻ മാത്രം കാരണം. അപ്പം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ആളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം തന്നെ വീഡിയോ ഇപ്പോൾ ഇല്ലല്ലോ. ഇല്ല, ആ വീഡിയോ ഇപ്പം ഞാൻ തപ്പിയപ്പോൾ കാണുന്നില്ല. അതായത് ഫസ്റ്റ് വേറൊരു വീഡിയോ മിനിയാന്ന് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ നോക്കി, ആ വീഡിയോ ഇപ്പോൾ കാണുന്നില്ല. അതെന്താണെന്ന് അറിയില്ല. പ്രൈവറ്റ് ഇതിൽ കാണിക്കുന്നുണ്ട്. പ്രൈവറ്റ് ആക്കി വെച്ചതാണോ തംബ്ലൈൻ, ആ വീഡിയോ ചില സമയം പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവാം, എന്താണെന്നറിയില്ല. നമുക്ക് എന്തായാലും ഇതിലിപ്പോൾ ഒരു വീഡിയോ കിടക്കുന്നുണ്ട്. ആ വീഡിയോ ശരിക്കും നിങ്ങളൊന്ന് കണ്ട് അത് കേട്ടിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ നമ്മൾ അതിനനുസരിച്ചിട്ട് തരാം. സ്റ്റാർട്ടിങ് ഇപ്പോൾ ഇതിലുള്ള വീഡിയോ ആണിത്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. എനിക്ക് സലാം പറയാനുള്ള യോഗ്യത ഇല്ല. അതിനുള്ള യോഗ്യത ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമാണ്. കാരണം ഇല്ലാത്തത് പ്രചരിപ്പിച്ചുകൊണ്ട് നീ തമ്മിലടക്കം വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അതിനുള്ള യോഗ്യത നിനക്കില്ല. അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ദിവസം വിസാൽ മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ, ആ യൂട്യൂബ് ചാനൽ നടത്തുന്നത് ഫക്രുദ്ദീൻ പന്താവൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ ആ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അതായത് മെഹനാസും സഫയും തമ്മിലുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ കൊടുത്ത തംബ്നെയിൽ എടുത്തിട്ടാണ് ഇയാളൊരു കണ്ടന്റ് ആക്കി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഇവന്റെ തമ്മിൽ എടുത്തോണ്ട് അവര് കണ്ടന്റ് ആക്കിയത് അവന് പ്രശ്നം. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് അവന് കണ്ടന്റ് ഉണ്ടാക്കിയത് കുറ്റല്ല, അതൊരു കുറ്റല്ലാട്ടാ. ഒരു മിനിറ്റ്, ഇവനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാ, ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കേട്ടോ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ കൊടുത്ത തംബ്നെയിൽ എടുത്തിട്ടാണ് ഇയാളൊരു കണ്ടന്റ് ആക്കി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഞാൻ കൊടുത്ത തംബ്ലൈൻ എടുത്തിട്ടാണ് ഇയാൾ ഒരു കണ്ടന്റ് ഉണ്ടാക്കി എന്നാണ് ഇവൻ പറയണത്. പക്ഷെ ഞാൻ എന്താണ് ഇവന്റെ പേരെന്താ മിസ്റ്റർ ഷംനാഥ്, തന്നോട് എനിക്ക് പറയാനുള്ളത്, താൻ എൻ്റെ ഫാമിലിയിൽ കുടുംബം എന്നുള്ള രീതിയിൽ ഇല്ലാത്തൊരു വ്യാജ തംബ്ലൈൻ ക്രമീകരിച്ച് വേറെ ആരോ എൻ്റെ പേരിലുള്ള വേറെ ഏതോ ഒരു കുട്ടി ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ വീഡിയോ ഉൾപ്പെടുത്തി ചെയ്തത് എൻ്റെ വീഡിയോ ഉൾപ്പെടുത്തി താൻ ചെയ്തത് ചെറ്റത്തരല്ലേ? ചോദിക്കുന്നതിന് ശരിക്കൊന്നും മറുപടി, താൻ ചെയ്തത് വലിയൊരു ചെറ്റത്തരാണ്. ഞാൻ കുറച്ച് വീഡിയോ തന്നെ കണ്ടു. എന്താ പറയുക, കുറച്ച് ഇസ്ലാം പ്രകാരമായിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അതിനുള്ള യോഗ്യത എനിക്കില്ല, മനസ്സിലായോ? കാരണം ഒരു ഇല്ലാത്ത എൻ്റെ ഉപ്പ എന്നൊക്കെ പറഞ്ഞാൽ 5 നേരം പള്ളിയിൽ നിസ്കരിക്കുക. എന്നെ നീ നോക്കണ്ട. എൻ്റെ ഉപ്പ എന്നെല്ലാം പറഞ്ഞെങ്കിൽ 5 നേരം നിസ്കരിക്കുന്ന എൻ്റെ ഉമ്മ ഭയങ്കര ദീനീകരമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു വ്യക്തികളാണ്. അവരെ പറ്റിയിട്ട് ആ കുടുംബം എന്ന് പറയുമ്പോൾ മൊത്തത്തിലായി. അപ്പം നീ ചെയ്തേക്കണ വീഡിയോ പറഞ്ഞേക്കണത് കുടുംബം ഹിന്ദു മതത്തിലേക്ക് തനിക്ക് വല്ല ഉളുപ്പുണ്ടോ? ഞാൻ ചോദിക്കുന്നതിന് ഒരു ഇത്തിരി തനിക്ക് അതിനുള്ള, ഞാൻ ഇങ്ങനെ പറയാൻ കാരണം അതിനുള്ള യോഗ്യത തനിക്കില്ല. അത്രക്കും ചീപ്പായിട്ടാണ് താൻ ആ തംബ്ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് ശരിക്കും പറഞ്ഞെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഒരു ഇഷ്യൂ പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട്. സെക്കൻഡ് ആണ് പറയുന്നത് മെഹനാസ് എന്നൊരു പെണ്ണ് ഹിന്ദു മതത്തിലേക്ക്. പക്ഷെ അവരത് കൊടുത്തിട്ട് തമ്മില് നമ്മുടെ ഒരു മിനിറ്റ്, അതിനെന്തിനാന്ന് തനിക്ക് വേറെ കണ്ടന്റ് ആക്കി ഇട്ടുകൂടായിരുന്നു? അതിൽ എന്നെ മോശമാക്കാൻ വേണ്ടിട്ട് മാത്രമല്ലേ താൻ അത് മിക്സ് ചെയ്തേക്കണത്? മിക്സ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. വേണമെങ്കിൽ അത് നിങ്ങൾക്ക് വേറെ ഇതാണ് ഞാൻ പറഞ്ഞത് ഇവൻ വെറും ഫ്രോഡാണെന്നുള്ളത്. എന്നിട്ട് ഇവന്റെ സംസാരം കേട്ടാ ഇവൻ നല്ല വ്യക്തി, മറ്റവനെ ഒരു ബാഡ് ആക്കിയിട്ട് പുള്ളി ശരിക്കും പറഞ്ഞെങ്കിൽ കറക്റ്റ് ആയിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. നീ എന്തിനാണ്
ഇവരുടെ ഫാമിലിനെ നാണം കെടുത്തണ പോലെ അല്ലേ ഇവനെ. ശരിയാണ്, പറഞ്ഞത് ശരിയാണ്. കുടുംബത്തിനെ പോലെ നാണം കെടുത്തുന്ന രീതിക്ക്, ആ ഉപ്പാക്കൊക്കെ നാണം കെടുത്തുന്ന രീതിക്കാണ് അവനെ കമന്റ് ഇട്ടത്. മേനാസിന്റെ കുടുംബം എന്ന് പറയുമ്പോ എല്ലാരും ഉൾപ്പെട്ട് ഇപ്പൊ ഫോട്ടോ വെച്ചേക്കണ എന്റെ ഇവളുതാണ്, അപ്പൊ നമ്മളതുമായി. അപ്പൊ നമ്മളാണ് ആ ഫാമിലി ഉള്ളത്. അതിൽ ആ ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ചില സമയം ഫോട്ടോ നമ്മൾ രണ്ടാളാകുമ്പോ ഇവളിന്ന് സംശയിക്കാം, മനസ്സിലായോ? അപ്പം കുറച്ച് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പം കയറിച്ചാടി ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നീ ഒന്ന് ഒഴിവാക്കുക. താൻ സത്യാവസ്ഥ അറിഞ്ഞിട്ട് ഇപ്പം താൻ തന്നെ ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് വീഡിയോ ബാക്കിയുള്ള കണ്ടിന്യൂ കേൾക്കാം. ഇയാൾ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ തംബ്നെയിൽ ഇങ്ങനെയാണ്: മെഹനാസും കുടുംബവും മതം മാറുന്നുവെന്ന് പ്രചരണം, ഈ ചെയ്യുന്നത് വൻ ചെറ്റത്തരം. വൻചെത്തത്രം എന്ന് പറയുന്നത് അതിലൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല, അത് കാര്യമായിട്ടാണ് പറഞ്ഞത്. ഇതായിരുന്നു തംബ്നെയിൽ. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ആദ്യം പ്രതികരിക്കേണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ തംബ്നെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മനസ്സാ വാച ഞാൻ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ അദ്ദേഹം പറയുന്നത്. ഞാൻ എന്തോ വലിയ ചെറ്റത്തരം കാണിച്ചുവെന്നും ഞാൻ എന്തോ വലിയ അപരാധം കാണിച്ചുവെന്നും മെഹനാസിനെ സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഞാൻ എന്തോ വലിയ തെറ്റുകാരനാക്കി മോനെ. നിന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായ കാര്യം, തെറ്റുകാരനാക്കിയിട്ട് മാത്രമാണ് താൻ അതിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അതിനെ നീ ന്യായീകരിക്കാൻ വരണ്ട. കാരണം ആ വീഡിയോയിൽ നീ ചെയ്തേക്കണ ഏറ്റവും വലിയ മിസ്റ്റേക്ക്, നീ ആ ഒരു മെഹനാസ് എന്ന് പറയുന്ന പെണ്ണിനെ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്തതാണ് നീ ചെയ്ത ഏറ്റവും വലിയ. അല്ല അതോ മനഃപൂർവ്വം കുറ്റപ്പെടുത്താൻ വേണ്ടിട്ടല്ലേ നീ അത് മിക്സ് ചെയ്തിട്ടത്? എന്നിട്ട് നീ അതിനെ ന്യായീകരിക്കാനുള്ള യാതൊരു അവകാശം നിനക്കില്ല. ഇവന്റെ തമ്മിലിട്ട് ഒരാൾ ചെയ്തെന്ന്, അതാണ് സെറ്റത്തരം ഇവൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവൻ ചെയ്തത് നല്ല പ്രവൃത്തിയാണ്. ബാക്കി നമുക്ക് കേട്ടാ. അയാളെ ഞാൻ ആത്മഹത്യയുടെ വക്കിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെ ഈ മനുഷ്യൻ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. മെഹനാസിനെ ആത്മഹത്യയുടെ വക്കിലേക്ക് കൊണ്ടുപോകാനും അല്ലെങ്കിൽ മെഹനാസിനെ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ കൂടി കളിയാക്കാനും മെഹനാസിനോട് എനിക്ക് അത്ര വലിയ വ്യക്തിവൈരാഗ്യമൊന്നുമില്ല. അതാണ് എനിക്കറിയാത്തൊരു കാര്യം. തന്നെ എനിക്കറിയില്ല, എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ താൻ റീച്ചിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ താൻ പറഞ്ഞ ഇപ്പം നീ അഗെയിൻസ്റ്റ് നിൽക്കുന്ന ഒരാളെ പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കിയെന്ന്, താനും ഒരു കണ്ടന്റ് ആണല്ലോ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. താനും ഒരു കണ്ടന്റ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു കണ്ടന്റും ഈ ഒരു കണ്ടന്റും തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ പേഴ്സണലായിട്ട് പരിചയമില്ലാത്തൊരു വ്യക്തിനെ ഇത്രയും നെഗറ്റീവുള്ള രീതിയിൽ ഹിന്ദുമതത്തിലേക്ക് എന്ന് താൻ വീഡിയോ ചെയ്യാനുള്ള ഒരു റീസൺ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിനക്ക് പറയാൻ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പറയാം. മെഹനാസിന്റെ ഫോട്ടോയും മറ്റുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി കണ്ടതല്ലാതെ ആ മെഹനാസിനെ എനിക്ക് നേരിട്ട് പരിചയം പോലുമില്ല. എന്തിന് നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. മെഹനാസ് മാത്രമല്ല, മെഹനാസ് രണ്ടാമത് വിവാഹം കഴിച്ച സഫയും അതോടൊപ്പം 2 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ റിഫ എന്ന് പറയുന്ന പെൺകുട്ടിയും എനിക്കൊരു പരിചയം പോലുമില്ല. എനിക്ക് ഈ വിഷയം തന്നെ ചെയ്യണമെന്ന് തോന്നിയത് റിഫ എന്ന് പറയുന്ന പെൺകുട്ടി കാരണമാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ എല്ലാവരെയും വളരെയധികം വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു റിഫയുടെ മരണം. ആ റിഫയുടെ ഓർമ്മകളും ചിത്രങ്ങളും മനസ്സിലേക്ക് വന്നത്. അപ്പൊ എന്റെ ആദ്യ ഭാര്യന്റെ എല്ലാവരും വീഡിയോ ചെയ്യുമ്പം ആ ഒരു ഇൻട്രസ്റ്റിൽ എല്ലാവർക്കും മില്യൺ കണക്കിന് വ്യൂ കിട്ടുന്നത് കൊണ്ട് ഇവനും ചെയ്തു എന്നാണ് മനസ്സിലാവല് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവളുടെ ഫോട്ടോ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ അവളോടൊരു സഹതാപം തോന്നിയിട്ടാണ് നമ്മൾ അങ്ങനെ വീഡിയോ ചെയ്തത്. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സ്നേഹം ഉണ്ടാവും. അത് ശരിയാ. ജീവിച്ചിരിക്കുമ്പോ ആ സ്നേഹം ഇല്ലെങ്കിൽ മരിച്ചു കഴിയുമ്പോ നമ്മള് നല്ലവരാണ്. നമ്മൾ ജീവനോടെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊരു ബുദ്ധിമുട്ടിൽ, ഇപ്പൊ നമ്മളൊരു ഫാമിലി ബുദ്ധിമുട്ടിൽ ഉണ്ടാകുന്ന സമയത്ത് സഹായിക്കാനും ഈ പറയുന്ന ഒരാളും ഉണ്ടാവില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ സഹായിക്കാനോ ഒരാളും ഉണ്ടാവില്ല. എല്ലാവരും ചത്ത് മണ്ണിടിഞ്ഞ സമയത്താണ് പിന്നെ വീഡിയോ ചെയ്യല്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ചെയ്യണത്? കാരണം ഞാൻ ഇപ്പൊ പറയണ ഇപ്പൊ ഒരു കുടുംബം ജീവിച്ചിരിക്കുമ്പോ അവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പോകും. അല്ലാണ്ട് ഈ മരിച്ചവരെ പറഞ്ഞിട്ടല്ലേ ജീവിച്ചിരിക്കുമ്പോ അവരെ ദ്രോഹിക്കാണ്ടിരിക്കുക. മരിച്ചായിട്ട് നമ്മള് പാവം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വിഷയം തന്നെ ചെയ്യണമെന്ന് തോന്നിയത് റിഫ എന്ന് പറയുന്ന പെൺകുട്ടി കാരണമാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ എല്ലാവരെയും വളരെയധികം വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു റിഫയുടെ മരണം. ആ റിഫയുടെ ഓർമ്മകളും ചിത്രങ്ങളും മനസ്സിലേക്ക് വന്നതുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. പക്ഷെ ഇതിൽ അദ്ദേഹം ആ ഒരു വീഡിയോ എടുത്തിട്ടിട്ട് ഞാൻ എന്തൊക്കെയോ വലിയ അപരാധം ചെയ്തു എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത്. അപരാധം ചെയ്തത് കൊണ്ടാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. എന്തായാലും ഇത് കഴിഞ്ഞ പാട് കാണണം. കാരണം ഇത് വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ
ഇറങ്ങി ചെയ്ത് പിന്നീട് മാറ്റി വെക്കുമ്പം അതിൻ്റേതായ തിരക്കുകൾ കാരണം മിസ്സായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. എന്തായാലും ബാക്കി കാണാം. ഏകദേശം 10 മിനിറ്റുള്ള വീഡിയോ. ആ 10 മിനിറ്റുള്ള വീഡിയോയിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 6-7 മിനിറ്റോളം ഇയാൾ തൻ്റെ അടുത്തിരിക്കുന്ന മകനുമായിട്ട് കുറച്ച് കഥ പറയലും പിന്നെ കുറച്ച് പാട്ട് പാടലും അങ്ങനെ എന്തൊക്കെയാണ്. അതിൽ കുറച്ച് മിനിറ്റ് മാത്രമാണ് ഞാൻ എന്തൊക്കെയോ ചെയ്തുവെന്നും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തുവെന്നൊക്കെ ഇദ്ദേഹം വിളിച്ചു പറയുന്നത്. സംഭവം ഇയാൾക്ക് വിഷയം ചെയ്യാൻ വേറെ കണ്ടന്റ് ഒന്നും കിട്ടിയില്ല. നോക്കിയപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു, പിന്നെ അതിൻ്റെ തംബ്നെയിലും കണ്ടു, പിന്നെ അതിൽ കയറി പിടിച്ച് ഒരു കണ്ടന്റ് ആക്കി. നോക്കൂ, ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ തംബ്നെയിൽ ഇങ്ങനെയാണ്: 2ാം ഭാര്യ നേരിട്ടത് അതിക്രൂര മർദ്ദനം. 2ാം ഭാര്യ നേരിട്ടത് അതിക്രൂര മർദ്ദനം. ഞാൻ പറഞ്ഞോ, ഞാൻ നിങ്ങളുടെ പേഴ്സണലി പറഞ്ഞോ, എന്നെ പരിചയമില്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ തന്നെ ക്രൂരമായി ഉപദ്രവിച്ചു മർദ്ദിച്ചു. അപ്പൊ താൻ ആര് പറയുന്ന കേട്ടിട്ടാണ് ഈ ഒരു വ്യാജ എന്ത് തമ്മില് നിങ്ങൾ വ്യാജ പ്രവൃത്തിയല്ലേ നിങ്ങൾ ചെയ്തത്? ഇതാണ് ചെറ്റത്തരം. ഇവൻ ഇത്ര വലിയ ചെറ്റത്തരം ചെയ്യാ, എന്നിട്ട് ഏതൊരു ഉസ്താദ് സത്യം പറഞ്ഞതാണ് ഇപ്പം താൻ പറയുന്നത് ഭയങ്കര സംഭവം തെറ്റാണെന്നുള്ളത്. താഴെ മെഹനാസും കുടുംബവും ഹിന്ദുമതത്തിലേക്ക്. ഇതായിരുന്നു എൻ്റെ തംബ്നെയിൽ. ഇതാണ് എന്റെ തംബ്നെയിൽ. ഇവൻ തന്നെ പറയുന്നുണ്ട് തനിക്ക് സത്യം കേൾക്കുമ്പോൾ ഉളുപ്പില്ല. തനിക്ക് അയാളൊരു എന്താ പറയാ, ഒരു മൈക്കും ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടും ക്രിയേറ്റ് ചെയ്ത് എന്തും വിളിച്ച് പറയാന്നുള്ള തന്റെ തോന്നിയാസം എന്താ അറിയോ, അത് ഫസ്റ്റ് തന്റെ കുടുംബത്തിലേക്കും നാളെ മറ്റുള്ളവർ പറഞ്ഞുകൂടാന്നുള്ള ഒരു ഇത് വരാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ പറയാം. ഇത്രേ ഞാൻ ചെയ്തുള്ളൂ, ഇത്ര പോരെ. ഇത് കണ്ടാൽ തന്നെ ബോധമുള്ളവർക്ക് മനസ്സിലാവൂലേ ചേട്ടാ? ചേട്ടാന്ന് വിളിച്ചാൽ മതി, ആളുടെ യോഗ്യതയുള്ളൂ. കാരണം ഒരു ഇസ്ലാം പ്രകാരം സംസാരിച്ചിട്ട് ഒരു വീഡിയോയിലെ ടൂണും ഒക്കെ കേൾക്കണം നിങ്ങൾ. ആ ടൂണൊക്കെ കേൾക്കുമ്പം എന്തോ പിന്നെ മലക്കുകൾ ഇറങ്ങി വന്ന പോലത്തെ രീതിയിലുള്ള സംസാരവും ഇതൊക്കെയാണ് ഇവന് ഇതിൽ ചെയ്തിട്ടുള്ളത്. ബാക്കി നമുക്ക് എന്തായാലും വീഡിയോ കണ്ടോക്കാം. ഈ വീഡിയോയിൽ ഈ മെഹനാസ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ മോശമായിട്ട് ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടേ ഇല്ല. താൻ എന്നെ പറ്റി ഒരു മോശമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല. ഇതാണ് തംബ്നെയിൽ തന്നെ ധാരാളം എന്നെ പറ്റി ഒരു മോശം, എൻ്റെ കുടുംബത്തെ പറ്റി ഒന്നും മോശമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ പറയുന്ന തംബ്നെയിൽ തന്നെ. അതിൽ ഇപ്പം നമുക്ക് ഇവനൊന്നും പറയാനില്ല. അടുത്ത കേൾക്കാം. മെഹനാസ് മാത്രമല്ല, സഫയെക്കുറിച്ചാവട്ടെ റിഫയെക്കുറിച്ചാവട്ടെ മോശമായ ഒരു പരാമർശങ്ങൾ നടത്തിയിട്ടില്ല. എൻ്റെ വ്യക്തിപരമായ രീതിയിൽ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ കേട്ട കാര്യങ്ങളെക്കുറിച്ച് ആസ്പദമാക്കി ഞാൻ സംസാരിച്ചു എന്നല്ലാതെ ഞാൻ കേട്ട കാര്യങ്ങൾ അത് സത്യമാണോ എന്നുള്ളത് നീ അറിയാൻ, അതായത് അല്ല ഇവൻ കൊടുത്ത തമ്മിൽ എന്നെ മർദ്ദിച്ചു എന്നല്ലേ. അപ്പൊ ഇവനെന്താ കേട്ടത്? ആരാ പറഞ്ഞത് നിന്റെ അടുത്ത്? ഞാൻ പറഞ്ഞോ? അല്ല, ആരാ പറഞ്ഞെന്നുള്ളത് ആരടുത്ത് കേട്ടാന്നുള്ളത് നമ്മളിപ്പോ ഈ വീഡിയോ അടുത്തായിട്ട് കണ്ടുവരുന്നുള്ളൂ. എല്ലാവരോടും നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും നമ്മൾ ചോദിക്കുന്നതായിരിക്കും. ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു എന്നുള്ളത്. അതിന്റെ എവിഡൻസ് മറ്റുള്ളവരല്ലല്ലോ നമ്മളെ. ഇപ്പൊ ഇവള് അതിന്റെ ആളിപ്പൊ ജീവനോടെ ഉണ്ട്, ഇവളോട് തന്നെ ചോദിക്കും. ഇപ്പൊ ഞാൻ കുടുങ്ങി പോയാണ്. ഇപ്പൊ തന്നെ പറയുന്നുണ്ട് ആൾക്കാര്, ഇനി നിനക്ക് എന്ത് വേണമെങ്കിൽ പറയാലോ. നോക്കാം. അതിനകത്തൊരു വ്യക്തിഹത്യ നടത്തുകയോ ആരെയും മോശമാക്കി കളിയാക്കുകയോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നെക്കുറിച്ച് ഞാൻ എന്തോ അപരാധം കാണിച്ചു എന്നൊക്കെ പറയുന്നത്? തുടക്കത്തിൽ ഞാൻ റിഫ എന്ന് പറയുന്ന പെൺകുട്ടിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് സംസാരിച്ചു. ആ പെൺകുട്ടി മരണപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം ഉണ്ടായ ദുരൂഹതകളെക്കുറിച്ചും മറ്റു വാർത്തകളെക്കുറിച്ചൊക്കെ ഞാൻ പ്രതിപാദിക്കുന്നുണ്ട്. അതിനുശേഷം മെഹനാസ് എന്ന് പറയുന്ന വ്യക്തി സഫ എന്ന് പറയുന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചതും പറയുന്നുണ്ട്. സഫ എന്ന് പറയുന്ന പെൺകുട്ടിയെ മെഹനാസ് കല്യാണം കഴിച്ചതിന് ശേഷം മെഹനാസിനെതിരെ ഉണ്ടായ സൈബർ ആക്രമണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ റിഫയും മെഹനാസും ഒരുമിച്ച് ജീവിക്കുന്ന എനിക്കൊരു സൈബർ പുള്ളി ആക്രമണം ഈ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരു കാര്യം പറയട്ടാ, എന്നെ നേരിട്ടിട്ട് ഇതുവരെ എനിക്ക് സൈബർ പുള്ളിങ്ങോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കമന്റിൽ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആരൊക്കെ കമന്റ് ഇടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് നല്ല ബോധമുണ്ട്, മനസ്സിലായി. അതിനെ നിങ്ങൾ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ പോലെയുള്ള പൈസ വാങ്ങിയിട്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സിന് പറഞ്ഞ കാര്യമാണ്. ഈ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ചെയ്തിട്ട് അതിൽ ഫേക്ക് 100 അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് അങ്ങോട്ട് കമന്റ് ഇട്ടിട്ട് ഓന് സൈബർ അറ്റാക്ക്, ഓനെ പുഴുങ്ങി, ഓനെ ഞാൻ മുട്ട പുഴുങ്ങിച്ച് എന്ന് നിങ്ങൾ ഈ ഉളുപ്പില്ലാത്ത വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ മറ്റേ ഇറ്റ്സ് മീ ഗൈസ് അയാളെ ചെയ്യണത് വെറും ഒരു ഉളുപ്പില്ലാത്ത വീഡിയോസുകളാണ്.
ഓനെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഓന് എന്താ പറയുക, ഞാൻ കേട്ടൊരു കാര്യം, ഇതും ഞാൻ കേട്ട കാര്യമാണ്. ബഷീർ ബഷീറിന്റെ ഒരു വീഡിയോ ഇതിൽ കരഞ്ഞിട്ട് ഓ മാപ്പ് വയ്ക്കുന്നുണ്ട്, ഇല്ലാത്ത കഥ പറഞ്ഞിട്ട് വന്നിട്ട്. ഓന് മലപ്പുറത്ത് ഒരു ഹോസ്പിറ്റലിലാണ് ഇവൻ വർക്ക് ചെയ്യണത്. ഹോസ്പിറ്റലിൽ കിട്ടുന്ന പൈസ തേയുന്നുണ്ടാവില്ല, അതായിരിക്കും യൂട്യൂബിൽ മറ്റുള്ളവരെ നെഗറ്റീവ് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ പൈസ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാം യൂസ് ചെയ്യാന്ന് വിചാരിച്ചത്. അവർക്കിട്ട തമ്മിലുള്ള തന്നെയാണ് നമുക്ക് മുന്നിട്ടത്. എന്നെ തല്ലി, ഞാൻ കരഞ്ഞൊന്ന് ഞാൻ വീഡിയോ ചെയ്തതല്ലേ. നമുക്ക് ആ വീഡിയോയിലേക്ക് ആയാലും അടുത്ത ശരിക്കായിട്ട് ഓരോരോ ആളോട്, ഇതിപ്പോൾ ഇവനോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അപ്പോൾ ഇവനോട് നമുക്ക് കാലത്ത് മെഹനാസിന് സഫയുമായി യാതൊരുവിധ ബന്ധവും ഇല്ലായിരുന്നു എന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്. അത് മെഹനാസും സഫയും തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെയും ഞാൻ മെഹനാസിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. പിന്നീട് അതിനുശേഷം ഈ പെൺകുട്ടി പറയുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് അതിനുശേഷം മെഹനാസിൽ നിന്നും സഫ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ക്രൂരമായി മർദ്ദനമേറ്റു എന്ന് പറയുന്നുണ്ട്. പെൺകുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്ത, അതിന്റെ ദുരൂഹതകൾ നീക്കം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിറങ്ങി പുറപ്പെട്ട, ഒരുപക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെഹനാസ് എന്ന് പറയുന്ന വ്യക്തിയെ ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്ന, പരസ്യം മെഹനാസിന്റെ കുടുംബം ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്ന, അതാ പരസ്യം വന്നു നോക്കട്ടെ. വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെഹനാസ് എന്ന് പറയുന്ന വ്യക്തിയെ ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്ന പബ്ലിക് കേരളയിലെ ഖാദർ കരിപ്പൊടി തന്നെയായിരുന്നു. മെഹനാസിന്റെ കുടുംബം ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്ന എന്റെ പൊന്നു ചക്കര മുത്തിന്റെ കൊടമ, ഈ പറയണ അടുത്തറിയണെന്ന് പറയണ ഇവന്റെ അനിയൻ കാരണം, ഇവന്റെ കസിൻ ബ്രദറിന് ഒരുപാട് ആൾക്കാർ പറഞ്ഞ കേട്ട് എനിക്ക് കേട്ടറിവേ ഉള്ളൂ. നീ ഈ വീഡിയോ ചെയ്യുന്നത് പോലെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഖാദർ കരിപ്പൊടിയുടെ ഈ എന്താ പറയാ നാട്ടുകാരാന്ന് എനിക്കിട്ട കമന്റ് കുറേയിൽ ബാച്ച എൻ്റെ കുടുംബം നശിപ്പിച്ച ആ വ്യക്തി ഓൻ്റെ കസിനാണ്, റിലേറ്റീവാണ്, ഓൻ്റെ ബ്രദറാണ് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് എന്താണ് സത്യാവസ്ഥ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവന് എന്നെ പറ്റിയിട്ട് ഒരു ചുക്കും അറിയില്ല മോനെ. ഇവന് കുറേ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓൻ കുറേ കടത്തിലും കുറേ ദാരിദ്ര്യത്തിലും നിൽക്കുമ്പോൾ ഇവൻ എൻ്റെ വീഡിയോ കുറച്ച് റീച്ചായി. പിന്നെ ഞാൻ ഏതോ ഒരു വീഡിയോ അന്നേരം ആ സമയത്ത് സ്റ്റോറി ഇട്ടുകൊടുത്തുകയും ചെയ്ത് ഇവൻ അത് ഞാൻ വേറൊരാൾ പറയുന്ന കേട്ട് ഇവനെ എന്താ പറയുക വിശ്വസിച്ച് പോയിട്ട് എനിക്കറിയാം ഞാൻ ആർക്ക് കൊടുക്കണ്ടെന്ന് തന്നെ എൻ്റെ മനസ്സിൽ. പക്ഷെ ഒരാൾ എന്നോട് നിർബന്ധിച്ചിട്ട് നീ കൊടുക്ക് ഇതാക്കുന്ന് പറയുമ്പോൾ ഇവനെ അറിയാണ്ട് ഇതാക്കിപ്പോയി ഒരു ഇൻ്റർവ്യൂ കൊടുത്ത്. ഞാൻ പറഞ്ഞ ഒരു കാര്യം അവൻ വീഡിയോ ഇട്ടിട്ടുമില്ല, അത് വേറെ കാര്യം. പക്ഷെ നീ ഇപ്പൊ പറഞ്ഞേക്കണ ഏറ്റവും കൂടുതൽ അടുത്തറിയണെന്ന് പറയുന്നത് അതും പുള്ളിക്ക് ആവശ്യമുള്ളത് മാത്രം കട്ട് ചെയ്തെടുക്കും, ബാക്കിയുള്ളതെല്ലാം മാറ്റി അവനെ ബാക്കിയുള്ളതെല്ലാം കാര്യങ്ങളുണ്ട്. അത് വീഡിയോ ചെയ്തിട്ടില്ല അല്ലേ? ഇല്ല, അത് ചെയ്യാൻ കിടക്കുന്നുണ്ട്. വിഴുങ്ങിയതും തിന്നതൊക്കെ ഉണ്ട്, വരാൻ കിടക്കണല്ലോ. നമ്മള് ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ടാണ്. പുള്ളിയും ചെറിയ പുള്ളിയൊന്നുമല്ല, വേനൂരെ കേസ് ഉണ്ടെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ. എനിക്ക് പോട്ടെ, എനിക്ക് പറഞ്ഞെങ്കിൽ സ്വന്തം ഭാര്യനെ പോസ്കോ കേസാക്കിയെന്നല്ലേ. പോട്ടെ ഒരു മിനിറ്റ്, ഇവൻ എത്ര തരം കേസുകളുണ്ട്, ഇപ്പൊ എന്തൊക്കെ കേസുകളുണ്ട്. നമ്മള് അറിഞ്ഞ് സ്റ്റോർ ചെയ്ത് വെച്ച് എല്ലാം പഠിച്ച് വരണുള്ളൂ അത് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട്. ഇപ്പൊ ഇതിന്റെ ബാക്ക് തന്നെയാണ് നമ്മളിനി മരിച്ചാലും സന്തോഷത്തോടെ മരിക്കണം എന്നുള്ള ചിന്തയിൽ സത്യാവസ്ഥ നമ്മൾ അറിഞ്ഞിട്ട് വേണം. ഒന്നും പറയാണ്ട് മരിച്ചല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാവുള്ളൂ. ഇപ്പൊ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വിഷമം മാറി കിട്ടുമല്ലേ. എല്ലാം പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാ അല്ലേ. അപ്പൊ ഇനി ബാക്കി പോവാം. ഇതിലെല്ലാം പറഞ്ഞ് തീർക്കുന്നില്ല സാധനം. ഇനി മെല്ലെ മെല്ലെ പറയാം. ഞാനും ആകാംക്ഷയോടെ നോക്കിയിരുന്നു കേട്ടപ്പോൾ തരിച്ചുപോയി ആ സംഭവം പുറത്തു പറഞ്ഞത്. അതായത് സഫ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് മർദ്ദനമേറ്റു എന്ന് സഫ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ഒരു ബന്ധു വഴിയാണ് അറിഞ്ഞത് എന്ന്. പക്ഷേ ഖാദറിന്റെ വീഡിയോയിൽ ബന്ധു എന്നല്ലല്ലോ പറയണേ, അടുത്ത ഒരു കൂട്ടുകാരി തന്നെ, അടുത്ത കൂട്ടുകാരി. ഈ ബന്ധു എന്നാണോ കേട്ടത്? ഞാൻ പറയുന്ന വോയിസ് പോലും ഇല്ല ഖാദറിന്റെ കയ്യിൽ. ഖാദറിന് അങ്ങനെ തെളിവുണ്ടെങ്കിൽ ഇടാൻ പറയും. ഓക്കെ, അല്ല അങ്ങനത്തെ ഒരു ഫ്രണ്ട് നീ അങ്ങനെ ആരോട് പറഞ്ഞായിരുന്ന? ഇല്ല, ആരോടും പറഞ്ഞില്ല. ഇവന് ബന്ധുവാക്കി, മറ്റോന് ഫ്രണ്ടാക്കി. നമുക്ക് പോട്ടെ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, ഇതേപോലെയാണ് ഒരുപാട് എനിക്കില്ലാത്ത ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയതും തിരിച്ചു മറിച്ചും വീഡിയോ ചെയ്തതും. അപ്പൊ കരിപ്പൊടി
ഇവർ യൂട്യൂബേഴ്സ്, അതായത് ഈ മഞ്ഞപ്പത്രക്കാർ, ഓൺലൈൻ മീഡിയക്കാർ, ഈ വാർത്ത വായിക്കണ പോലെയുള്ള ഫേക്ക് വ്യാജ വാർത്ത വായിക്കുന്ന ടീംസിനെ പറ്റി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ? ബാക്കി ഖാദർ കരിപ്പൊടി പറയുന്നുണ്ട്. പക്ഷെ പേരും കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തുന്നില്ല. ഇത്തരത്തിൽ ഞാൻ മറ്റുള്ളവരിൽ നിന്നും അറിഞ്ഞ പേരും കാര്യങ്ങളും വെളിപ്പെടുത്തുന്നില്ല. അങ്ങനെ ഒരാളില്ല. ആരോ ഏതോ ഇവിടെ ശത്രുവാറ്റും വിളിച്ചിട്ട് അവനോട് പറഞ്ഞ് അതോ വിശ്വസിച്ച് ചെയ്ത് പോട്ടെ. കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ഞാൻ കേട്ടു മനസ്സിലാക്കിയ അല്ലെങ്കിൽ കണ്ടറിഞ്ഞ കുറെ കാര്യങ്ങൾ കൂട്ടിയോജിപ്പിച്ച് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഞാൻ എന്തൊക്കെയോ ചെറ്റത്തരം കാണിച്ചുവെന്നും മോശമായ കാര്യങ്ങൾ പറഞ്ഞുവെന്നും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് കള്ളത്തരം പറയുന്ന ഇവന്റെ പുണ്യപ്രവൃത്തി അമ്മ അതിന് ചെറ്റത്തരം കാണിച്ചുള്ള തമ്മയിൽ ഇട്ടിട്ട് എന്റെ മോനെ ഷംനാദ് സല്യൂട്ട് അടിക്കട്ടെ. ഇങ്ങനെയൊക്കെ സ്വയം ഇങ്ങനെ എന്താ പറയല് വെളുപ്പിക്കല, ഇങ്ങനെ സ്വയം വെളുപ്പിക്കാൻ കഴിയോ? എടാ ആ വീഡിയോ എവിടെ? നിന്റെ ആ പഴയ വീഡിയോ എന്തേ? അല്ല, ആ വീഡിയോ പ്രൈവറ്റ് ആക്കിയെന്ന് അറിയില്ല. ഇപ്പം പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് വീഡിയോ. ഞാൻ എൻ്റെ മുതൽ സ്റ്റാർട്ടിങ് വരെ ഞാനൊന്ന് കണ്ട്. എന്തായാലും അതിന് ശേഷമാണല്ലോ ഈ വീഡിയോ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ താഴെ അങ്ങനത്തെ ഒരു വീഡിയോ ഇപ്പൊ കാണുന്നില്ല. ചില സമയം പ്രൈവറ്റ് ആക്കിയിട്ടുണ്ടാവും, ചില സമയം അതെ ആ വീഡിയോ കാണുന്നില്ല. അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള എന്താണ് പറയുന്നത്? കണ്ടന്റ് കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മറ്റുള്ളവർ പറയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് വിളിച്ചു പറയലല്ല ജോലി. അതാണ് ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ളത്. മറ്റുള്ളവർ പറഞ്ഞു എന്ന് കേട്ടിട്ട് എടുത്തു ചാടി ഇങ്ങനെ കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കലല്ല ചെയ്യേണ്ടത്. പറഞ്ഞതില് കാര്യമുണ്ട്, ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയല്ലേ എന്ന് പറഞ്ഞാൽ ആ ഒരു പുള്ളി ഒരു കാര്യമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഇല്ലാത്ത ആ തമ്പ്ലയും കണ്ടിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വീഡിയോ ഞാൻ ഇപ്പോഴും കണ്ടിട്ടില്ല. പക്ഷെ ഹിന്ദു മതത്തിലേക്ക് പറയുന്നത് അത് ചെയ്യുന്നത് ചെറ്റത്തരമല്ലേ, തെറ്റല്ലേ എന്നുള്ള അത് ശരിയാണ് പറഞ്ഞത്. താൻ തന്നെ ന്യായീകരിക്കാൻ വരണ്ട മിസ്റ്റർ. ഇവൻ പറയുന്നത് ഇവന്റെ ഒക്കെ തമ്മയിൽ എടുത്തോണ്ട് പുള്ളി വീഡിയോ ഉണ്ടാക്കിയത് വലിയ ചെറ്റത്തരം, അല്ലാണ്ട് ഇവൻ ചെയ്തത് ചെറ്റത്തരല്ല, പുണ്യാളത്തരം. ഫസ്റ്റ് കേട്ടില്ലേ? സലാമലൈക്കും. നിങ്ങൾ അതിനകത്തിന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല, എന്റെ ചാനലിന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഞാൻ വെളിപ്പെടുത്തും. പക്ഷെ നിങ്ങളുടെ ചാനലിന്റെ പേരും പക്ഷെ ഞാൻ വെളിപ്പെടുത്തും. ഷംനാദ് ഷഹീദ്. എന്റെ ഷഹീദ്. പിന്നെ താനിപ്പം പറയും ആ ഒരു തംബ്ലൈനിൽ തന്നെ, താനൊന്നും വായ കൊണ്ട് പറയണ്ട, തംബ്ലൈനിൽ തന്നെ താൻ എത്രത്തോളം ചെറ്റത്തരം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനേ ഉള്ളൂ. താൻ അല്ലാണ്ട് വായ കൊണ്ട് പറഞ്ഞിട്ടില്ല. താൻ മെഹനാസ് എന്നുള്ളത് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ട തനിക്ക് ഒരു ആവശ്യവും ഇല്ല. മനസ്സിലായോ? അത് താൻ ഉദ്ദേശിച്ചേക്കുന്നത് എന്നെ മോശമാക്കി ചിത്രീകരിക്കാൻ മാത്രമാണ്. അത് ഏതൊരു പൊട്ടന്മാർക്ക് കണ്ടാലും അത് മനസ്സിലാവും. നമ്മളിപ്പോ ഇൻഫ്ലുവൻസേഴ്സിന് ചിലപ്പോ തമ്മിൽ കണ്ടാ വിചാരിക്കാം അത് ചുമ്മാ ഫേക്ക്. പക്ഷേ ഇല്ലേ, പുറത്തുനിന്ന് കാണുന്ന സാധാ ജനങ്ങൾ കാണുന്ന എന്റെ കുടുംബക്കാർ, എന്റെ ഉപ്പാല പള്ളി പോകുമ്പോ ആൾക്കാർ ആ പ്രായത്തിലുള്ളവരെല്ലാം ചോദിക്കുമ്പോ എത്ര വിഷമുണ്ടടാ. ആ പ്രായമുള്ളവരൊക്കെ തന്റെ വാപ്പ അമ്പലത്തിൽ പോയിട്ട് പൂജരിക്കുമ്പോ ബാക്കിയുള്ളവര് നിന്റെ അടുത്ത് വന്നിട്ടാടാ നിന്റെ ഉപ്പ അമ്പലത്തിൽ കണ്ടിനല്ല എന്ന് നിന്നോട് പറയുമ്പോ അത് നിനക്ക് മനസ്സിലാവും. പോട്ടെ, അറിയില്ല അവൻ്റെ ഉപ്പ ഇനി പോയിനോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോൾ അവൻ്റെ ഉപ്പാൻ്റെ പേരിൽ വേറെ ആരെങ്കിലും പോയിനെങ്കിൽ നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കാം. ഓക്കെ, അന്നേരം വെയിറ്റിംഗ്. ഞാൻ വെളിപ്പെടുത്തുവാൻ കാരണം നിങ്ങൾ കാണിച്ച മോശമായ പ്രവർത്തനം തന്നെയാണ്. നോക്കൂ, ആ തംബ്നെയിലിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളും കറക്റ്റാണ്. ഒന്നാമത്തേത്, രണ്ടാം ഭാര്യ നേരിട്ടത് അതിക്രൂര മർദ്ദനം. അല്ല, ഇപ്പൊ പറഞ്ഞൊരു കാര്യം ഒന്നും കൂടെ നിങ്ങളുടെ പേരും ഞാൻ വെളിപ്പെടുത്തുവാൻ കാരണം നിങ്ങൾ കാണിച്ച മോശമായ പ്രവർത്തനം തന്നെയാണ്. നോക്കൂ, ആ തംബ്നെയിലിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളും കറക്റ്റാണ്. രണ്ട് കാര്യങ്ങളും കറക്റ്റാണെന്ന് നീ പറയുന്നുണ്ട്. ഒരു മിനിറ്റ്. താൻ പറഞ്ഞേക്കണ രണ്ട് കാര്യവും കറക്റ്റാണെന്നാ പറയണേ. ആദ്യത്തത് രണ്ടാം ഭാര്യ നേരിട്ട അതിക്രൂരമായ മർദ്ദനം, അത് ഫേക്കാന്നുള്ളത് മനസ്സിലായില്ലേ? രണ്ടാമത്തത് മെഹനാസിൻ്റെ കുടുംബവും ഹിന്ദു മതത്തിലേക്ക്, അത് എൻ്റെ പേര് നീ ഉൾപ്പെടുത്തിയത് കൊണ്ടും എൻ്റെ ഫോട്ടോവും എൻ്റെ ഭാര്യയുടെ ഫോട്ടോവും അവിടെ വെച്ചത് കൊണ്ട് മറ്റുള്ളവർ പെട്ടെന്ന് ചിന്തിക്കുമ്പം ഞാനാണെന്നേ കരുതുള്ളൂ. അതും താൻ ചെയ്തേക്കുന്നത് ചെറ്റത്തരാണ്. പക്ഷെ അതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കണ്ടന്റാക്കി ചെയ്താലേ നിനക്കത് സത്യമാണെന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ?
ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പോട്ടെ, എന്താണെന്ന് വെച്ചെങ്കിൽ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്, അതാണ് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെ ഇല്ലാത്ത വ്യാജ പ്രചരണങ്ങൾ നിർമ്മിക്കുന്ന ഇതേപോലുള്ള യൂട്യൂബർ ഒരിക്കലും അധിക കാലം നീണ്ടു നിൽക്കൂല. എന്തായാലും പഠിച്ചോൻ ഒരു ദിവസം നല്ല ഭയങ്കര അസ്സലാമു അലൈക്കും എന്നെല്ലാം പറയണല്ലേ, എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയൂല. ഇപ്പം വലിയ ഇസ്ലാം പ്രകാരം പറയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ താൻ ഒരു ഹറാമ് അല്ലെങ്കിൽ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, മനസ്സാവാച അറിയാതെ ഒരുപാട് തെറ്റുകൾ താൻ ചെയ്തിട്ടില്ല എന്ന് മനസ്സ് തൊട്ട് പറയാൻ പറ്റുമോ? താൻ കല്യാണം കഴിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നാളെ നിൻ്റെ ഭാര്യേൻ്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടാവില്ല എന്ന് തനിക്ക് പറയാൻ പറ്റുമോ? ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റും, ഉറപ്പുണ്ടെങ്കിൽ താൻ ഉറപ്പ് താ. ഓക്കെ, ഇനി രണ്ടാമത്തേത്, രണ്ടാം ഭാര്യ നേരിട്ടത് അതിക്രൂര മർദ്ദനം. ഈ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖാദർ കരിപ്പൊടി തന്റെ പബ്ലിക് കേരള ചാനലിൽ പറഞ്ഞു വെച്ച കാര്യം, അത് ഒരു മറ്റുള്ള ഒരു ചാനലിൽ പറഞ്ഞു വെച്ചൊരു കാര്യം ആയതുകൊണ്ട് അത് സത്യം ആകണം എന്നുണ്ടോ എന്നാണ് ഞാൻ ഷംനാദിനോട് ചോദിക്കുന്നത്. സത്യമാകണം എന്നുണ്ടോ? അതിനുള്ളൊരു മറുപടി നീ തരണോട്ടാ. പബ്ലിക് കേരള മാത്രമല്ല മറ്റു പല യൂട്യൂബ് വ്ളോഗേഴ്സും പബ്ലിക് കേരള മാത്രമല്ല മറ്റു പല യൂട്യൂബേഴ്സും ചെയ്തിട്ടുണ്ട്. ആ യൂട്യൂബേഴ്സ് ചെയ്ത് മൊത്തം ചില സമയം തന്നെ പോലെ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ പറഞ്ഞ് ചെയ്യിപ്പിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഫണ്ട് വാങ്ങി ചെയ്തതായിരിക്കാം, എനിക്കറിയൂല. എന്താ പറയുക, ഞാൻ മനസ്സാവാച അറിയാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വ്യാജ വാർത്തകൾ ഈ ചെയ്തിരിക്കുന്ന എല്ലാവരോടും ഞാൻ ഇതേപോലെ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അവർ മറുപടി തരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറുപടി തരണം. അവരല്ലാണ്ട് ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ സാധനം എടുത്തിട്ട് വലിയ ഭൂകമ്പം ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എനിക്കും അതിന് പറ്റും. പക്ഷെ ഞാനിതുവരെ മറ്റുള്ള ഒരാളുടെ ജീവിതത്തിൽ വെറുതെ പറഞ്ഞുണ്ടാക്കിയിട്ട് ഒരു കിട്ടുന്ന ഒരു വരുമാനോ റീച്ചോ എനിക്ക് എൻ്റെ കുടുംബത്തിനോ യാതൊരു ആവശ്യവുമില്ല. അത് മാത്രമല്ല, അത് പഠിച്ചോൻ എവിടെയും ഉയർച്ചയിലെത്തിക്കൂല. ഞാനും ഒരു സമയത്ത് ചെറുപ്രായത്തിൽ, അന്നേരം നീ പറയുന്ന ഷംനാദും ഇല്ല, ഈ കരിപ്പൊടിയും ഇല്ല, ഒരു യൂട്യൂബേഴ്സും ഇല്ല. ഞാൻ അന്ന് യൂട്യൂബിലുണ്ട്, മനസ്സിലായോ? ഞാൻ അന്നേരം യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് അപൂർവം ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ. അവർ ഇന്നും നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങളെപ്പോലെയുള്ള വ്യാജ വാർത്തകൾ ഉണ്ടാക്കുന്ന ഒരുപാട് കൂതറകൾ വന്നതിന് ശേഷമാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം, അതേപോലെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനൊരു ഒരു ഭയങ്കര എന്തോ ഒരു സംഭവിച്ചു പോയത്. കാരണം ഞാനൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഓർമ്മശക്തി ശരിയാണെങ്കിൽ 11ാമത്തെ വയസ്സ് മുതൽ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അന്നേരം ചെയ്യുന്ന വീഡിയോ എല്ലാം ഒരു പൊട്ടത്തരായിരിക്കാം, എങ്കിലും ഞാൻ അന്ന് മുതൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അന്ന് മുതൽ ഞാൻ എൻ്റെ ഫാമിലി വീട്ടിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ ഡാൻസ് കളിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് വീഡിയോകൾ ഞാനും ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റുള്ള ഒരാളെ വെച്ചിട്ട് ഇന്നേ വരെ ഞാൻ റിയാക്ട് ചെയ്യാനോ മറ്റുള്ള ഒരാളുടെ ജീവിതത്തിൽ ഒരു എന്താ പറയുക നെഗറ്റീവ് പറഞ്ഞിട്ട് വീഡിയോ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ഇനി അങ്ങോട്ട് ചില സമയം ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഇല്ലാത്ത കഥയല്ല, ഉള്ള കഥ വെച്ചിട്ട് ഞാൻ ചെയ്ത് അത് അവരെ മുഖം മൂടി പുറത്തയക്കുക തന്നെ ഞാൻ ചെയ്യും. ഈ വിഷയം ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തത്. ഇത് രണ്ടാമത് കൊടുത്ത ടൈറ്റിൽ മെഹനാസും കുടുംബവും ഹിന്ദുമതത്തിലേക്ക്. അതും തെറ്റല്ല. കാരണം മെഹനാസ് എന്ന് പറയുന്ന ഒരു മുസ്ലിം കുടുംബം ഹിന്ദുമതം സ്വീകരിച്ച ആ ഒരു വാർത്തയാണ് ഞാൻ അവിടെ ടൈറ്റിലായി കൊടുത്തത്. ഞാൻ ആ വീഡിയോയിൽ എവിടെയെങ്കിലും ഇപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് സഫെ വിവാഹം കഴിച്ച ഈ മെഹനാസ് കുടുംബവുമായി ഹിന്ദുമതത്തിലേക്ക് പോയി എന്ന് ഞാൻ ആ വീഡിയോയിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? പകരം ഹിന്ദു പ്രൊട്ടക്ഷൻ ഫോറം എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്കിൽ വന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നീ എന്തിനാ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പിന്നെയും ആവർത്തിച്ച് ചോദിക്കാൻ കാരണം ഇതൊരു ഗട്ടായിട്ട് ഞാൻ ചോദിച്ചത് നിനക്കൊരു പേഴ്സണായിട്ട് എൻ്റെ ഈ വീഡിയോ എടുക്കാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നീ പേഴ്സണലായിട്ട് ഒരു പേഴ്സണായിട്ട് ഈ വീഡിയോ എടുത്തിട്ട് നീ നിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ട് എനിക്ക് റിപ്ലൈ തരണം. നീ എന്തിനാണ് എൻ്റെ പേര് സെയിം ആയതുകൊണ്ട് ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്? എന്ത് ലക്ഷ്യം കൊണ്ടാണ്? എന്നെ നെഗറ്റീവ് ആക്കാൻ മാത്രമല്ലേ? മെഹനാസ് എന്ന് പറയുന്ന ഒരു മുസ്ലിം കുടുംബം ഹിന്ദുമതത്തിലേക്ക് വന്നു എന്ന വാർത്തയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇത്തരത്തിൽ മനസ്സുകൊണ്ട് പോലും ഞാൻ വിചാരിക്കാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങളിങ്ങനെ സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പോകുന്നത്. ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ റിഫ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മുഖം പോലും ഞാൻ ബ്ലർ ചെയ്താണ് കാണിച്ചത്. കാരണം ആ ഫോട്ടോയിൽ റിഫ എന്ന് പറയുന്ന പെൺകുട്ടി തലമുടി കാണിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ ബ്ലർ ചെയ്തതും ബ്ലർ ചെയ്യാത്തതും തമ്മിൽ എന്താണ് ആ വ്യത്യാസമുള്ളത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ബ്ലർ ചെയ്തത് ബ്ലർ ചെയ്തില്ല, ബ്ലർ ചെയ്യാൻ നീ സംസാരിക്കണ ശൈലി താൻ ചില സമയം എല്ലാം സ്ട്രൈക്ക് വേർഡായിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. പക്ഷെ
തനിക്ക് വന്ന ഏറ്റവും വലിയ ഫോൾട്ട് ആ തംബ്ലൈനാണ് വലിയൊരു ഫോൾട്ട്. കാരണം എൻ്റെ നാട്ടിലിപ്പോൾ ഒരാൾ, എൻ്റെ നാട്ടിൽ കുറേ ആൾക്കാർ എത്തിയിട്ട് എൻ്റെ കുടുംബത്തിനടുത്ത് നിങ്ങളെങ്ങനെ മാറി എന്ന് വന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് ഒറ്റൊരു ഉത്തരവാദിത്തി നീ ഒരുത്തനാണ്. മനസ്സിലായോ? മരണപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയാണെന്ന് പോലും നോക്കാതെ ആ പെൺകുട്ടിയുടെ മുഖം ഇങ്ങനെ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിച്ചത്? ഫക്രുദ്ദീൻ പന്താവൂർ ആ പെൺകുട്ടി കബറിൽ കിടക്കുന്ന പെൺകുട്ടിയാണ്. ഇത്തരത്തിൽ നിങ്ങൾ ആ പെൺകുട്ടിയുടെ മുഖം സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൂടി പ്രദർശിപ്പിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷ, അദാബുകൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? നമുക്ക് എല്ലാവർക്കും അറിയാം, തമീം ദാഇ ദാരിമി എന്ന് പറയുന്ന ഒരു ഉസ്താദ് മരണപ്പെടുകയുണ്ടായി. ആ ഉസ്താദിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വ്യക്തി വീഡിയോ ചെയ്ത സമയത്ത് ആ ഉസ്താദിന്റെ ചിത്രം കൊടുത്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഏതോ ഒരു സിനിമയുടെയോ മറ്റോ എന്തോ മ്യൂസിക് ഇട്ടുകൊണ്ടായിരുന്നു അത് കാണിച്ചിരുന്നത്. മരണപ്പെട്ടത് ഒരു മതപണ്ഡിതനാണ് എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെയാണ് ഇദ്ദേഹം അതങ്ങനെ ചെയ്തത്. ഞാൻ അവരുടെ സ്വകാര്യ ലൈഫിനെ താറടിച്ചു കാണിച്ചു എന്നാണ് ഫക്രുദ്ദീൻ പന്താവൂർ പറയുന്നത്. ഞാൻ അവിടെ എന്ത് താറടിച്ചാണ് കാണിച്ചത്? പിന്നെ നിങ്ങൾ എന്തുമാത്രം മറ്റുള്ളവരുടെ ജീവിതങ്ങളുടെ സ്വകാര്യതയിൽ കടന്നുകയറി. ഇത് വീഡിയോ കഴിഞ്ഞു വന്നു. എനിക്ക് ഇവൻ കുറെ വേറെന്തല്ലോ സംസാരിക്കണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ പുള്ളി ബാക്കിയുള്ളത് വേറെന്തോ ആണ്. ഞാൻ ബാക്കി കണ്ടിട്ടുമില്ല, കാണാൻ ഇപ്പം ഞാൻ വേറൊന്നും ഇല്ല തോന്നുന്നു. വേറെ അങ്ങോട്ട് നമുക്ക് അറിയാനുള്ള ഒരു ആൻസർ നമ്മളെന്തായാലും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ ഞാൻ എന്തായാലും ഒരു കമൻറ്റും ഇപ്പം തന്നെ ഇടുന്നതായിരിക്കും. ഇവള് പോവല്ലായി പോന്ന് പറയുമ്പോ ഇപ്പൊ അടുത്ത വീഡിയോ ആക്കിട്ട് ഇടും. സഫ പോവല്ലായി. അത് ഇങ്ങനത്തെ വീഡിയോയിൽ പറയണ്ട വിട്ട. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഈ ഓരോരോ യൂട്യൂബറിനോട് എനിക്ക് ചോദിക്കാനുണ്ട്. പക്ഷെ കുറേ ആൾക്കാർ ഇപ്പം ഞാൻ എൻ്റെ സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. എന്നെ ഒരുപാട് സ്നേഹിക്കണ, വിശ്വസിക്കണ, എൻ്റെ ആദ്യം മുതലേ വീഡിയോ കാണുന്നവർ ഇന്നവരെ എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അവരൊരിക്കലും കുറ്റപ്പെടുത്തുകയും ചെയ്യില്ല. കാരണം അവർക്കറിയാം എന്താണ് സ്റ്റാർട്ടിങ് മുതൽ ഇവർ നല്ല ലൈഫ്, അതായത് തിന്നുന്നതും ഇറക്കുന്നതും അതൊക്കെ ഒരു ഡമ്മിയാണെന്നുള്ള രീതിയിൽ മറ്റുള്ളവർ പ്രചരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ കഴിക്കണ ഭക്ഷണം, ഞാൻ വാങ്ങിക്കൊടുത്ത ഭക്ഷണം, ഇതൊക്കെ ഫേക്ക്, ഞാൻ ഒന്ന് പട്ടിണിക്ക് കിടത്തിയിട്ടുണ്ടെന്ന് വരെ മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാത്തിനുള്ളൊരു റിപ്ലൈ എനിക്ക് അറിയേണ്ടതുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇവന് വേണ്ടി ദ്വാരിക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മൾ ദൈവവിശ്വാസികളാണ്. അപ്പം എന്തായാലും മടിയൊന്നും ഇല്ല ഇപ്പോൾ. അപ്പം എന്തായാലും ഹിന്ദു മതത്തിലേക്ക് പോയാൽ മെഹിനാസിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം? ദ്വാരിക്കാം, പള്ളിക്കുറ്റി പൈസ ഇടാം. അപ്പം എന്തായാലും ഈ അച്ഛനോട് ക്ഷമിക്കണേ.